അത് അല്ല, പരിപാടികൾ പങ്കെടുക്കുന്നില്ലേ? നിങ്ങളിപ്പോ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടാണ് കാണുന്നത് അല്ലല്ലോ, നിങ്ങൾ വളഞ്ഞിട്ട് പിടിക്കുന്നില്ലേ? അതെ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങളതിനെ ചോദിക്കണം. അദ്ദേഹം പറയുന്നത് ഇപ്പം ഞാൻ കുറ്റം പറയാനാണ് അതിന്. ഇവിടെ നമുക്കൊരു ചാനൽ ഉണ്ടല്ലോ, ഇവിടുത്തെ എല്ലാ കാര്യവും നിങ്ങൾ കാണുന്നുണ്ട്. സഭാ പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് പറയും എങ്ങനെയാണ്. ഇപ്പൊ സഭക്കകത്തൊരു ക്രമപ്രശ്നം ഉന്നയിക്കപ്പെട്ടാൽ അത് സഭാരേഖകളെന്ന് നീക്കേണ്ടത് എക്സ്പെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ സഭാരേഖ നീക്കം ചെയ്യേണ്ടത്. അത്തരം ഉള്ളത് കൊണ്ടാണ് സഭ TV തന്നെ ഡെഫർ ചെയ്ത് കാണിക്കുന്നത്. ഒരു പ്രൊസീഡിങ്സും കേരളത്തിലെ ജനങ്ങൾ, ലോകത്തിലെ ജനങ്ങൾ കാണാതിരിക്കുന്നില്ല. സുന്ദരമായ മുഖമുള്ളത് കുറ്റമല്ലല്ലോ. ഏതായാലും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നു. നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു, ആ ആക്ഷേപം ഞങ്ങൾ കേട്ടു. അതിനകത്ത് കഴിവുള്ള ഭാഗം കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സഭക്കകത്ത് എന്തെങ്കിലും തരത്തിൽ റെക്കസ് ഉണ്ടാകുമ്പോൾ കാണിക്കേണ്ട ഭാഗം ജനത്തെ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എവിടെയാ സെൻസർഷിപ്പ് ഉള്ളത്? അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സഭക്കകത്ത് എല്ലാ ഭാഗവും ജനങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിയതമായ ചില നിയമങ്ങളുണ്ട്. സഭക്കകത്ത് ഇപ്പോൾ 307 എന്ന് പറഞ്ഞ ക്രമപ്രശ്നമാണ്, അത് റിമൂവ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടാകും. അപ്പൊ റിമൂവ് ചെയ്യേണ്ട ഭാഗം നേരത്തെ പ്രിന്റ് മീഡിയ മാത്രമേ ഉണ്ടായത്, നാളെ രാവിലെ മാത്രമേ അച്ചടിക്കേണ്ടതുള്ളൂ. അപ്പോൾ പ്രിന്റ് മീഡിയക്കകത്ത് നാളെ വരെ സമയമുണ്ട്. ഇപ്പൊ നിങ്ങൾ ബ്രേക്കിങ്ങിന്റെ സമയമാണ്. അപ്പൊ നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ 307 എന്ന് പറഞ്ഞാൽ വകുപ്പ് ഇല്ലാതാവില്ലേ? റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ പിന്നെ 307 പ്രസക്തി ഇല്ലല്ലോ. നിങ്ങളിപ്പോ ലൈവ് കാണിച്ച പിന്നെ കാണിക്കാതിരിക്കാൻ പറ്റും? അത് നിങ്ങളുടെ ചോദ്യം ഇമ്മെറ്റീരിയലാണ്. നിയമസഭ പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരിക്കണമെന്നാണ്. അത് ഞങ്ങൾ തീരുമാനമെടുക്കും. UDFന്റെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നായിരുന്നു കത്ത് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ തീരുമാനമെടുക്കും. ഇനിയിപ്പം ചർച്ചയല്ലല്ലോ, അദ്ദേഹത്തെ തീരുമാനിക്കാം. അദ്ദേഹം തീരുമാനമെടുത്താൽ മറ്റ് ലോകസഭ നിങ്ങൾക്ക് അറിയുന്നതല്ലേ.